പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു റിവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ പോണത്. ആൻഡ് ഐ എം ഗോയിങ് ടു റിവ്യൂ ദിസ് ബയോട്ടിക് അഡ്വാൻസ്ഡ് Ayurveda Bio Green Apple Fresh Daily Purifying Shampoo and Conditioner. ഇത് ഓയിലി ഹെയർ ആൻഡ് സ്കാൽപ്പിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ആയുർവേദിക് റെസിപ്പി 100% ബൊട്ടാനിക്കൽ എക്സ്ട്രാക്ട്സ് ആണ്. 200 ml ഓഫ് പ്രോഡക്റ്റ് ആണ്. ആൻഡ് ഇത് പ്രൈസ് ചെയ്യുന്നിരിക്കുന്നത് 155 റുപ്പീസിനാണ്. ബയോട്ടിക് ബ്രാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ബ്രാൻഡാവും. ബിക്കോസ് ഇത് വളരെ വെൽ നോൺ ബ്രാൻഡാണ്. കൂടുതലും നാച്ചുറൽ പ്രോഡക്ട്സ് ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവരുടെ തന്നെ ഒരുപാട് ഫേസ് വാഷസ് ഉണ്ട്, പിന്നെ ഷാംപൂ, കണ്ടീഷണർ, പിന്നെ ഒരുപാട് സ്ക്രബുകളുണ്ട്, മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് ഇവർ ഇറക്കുന്നുണ്ട്. എൻ്റെ കട എങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ എപ്പോഴും ഇവരുടെ പ്രോഡക്ട്സ് ഓൺലൈനിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 155 റുപ്പീസാണ്. ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. പാക്കേജിങ് എങ്ങനെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഷാംപൂ ഉണ്ടാവുക അതേപോലെ തന്നെയാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ബാക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് 200 ml ഓഫ് പ്രോഡക്റ്റ് ആണ്. ഇതിൽ പ്രത്യേകത എന്താ അവർ പറഞ്ഞിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ്. രണ്ടും കൂടി ഒരുമിച്ചുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രത്യേകം കണ്ടീഷണർ ഉപയോഗിക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൽ ഇവർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഓർഗാനിക്കലി പ്യുവർ ആണ്, പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, ആനിമൽ ടെസ്റ്റിംഗ് ഇല്ല, ഇത് ക്രൂവൽറ്റി ഫ്രീ ബ്രാൻഡ് ആണ്, പിന്നെ 100% ആയുർവേദിക് റെസിപ്പി ആണെന്നൊക്കെ പറഞ്ഞു. പലപ്പോഴും ഞാൻ കമൻറ്റ് ബോക്സിൽ കാണാറുണ്ട് ഈ പാരബൻ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ പറയുമോ, മോയ്സ്ചറൈസർ പറയുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത് പാരബൻ ഫ്രീ ആയതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഇത് റിവ്യൂ ചെയ്യാൻ കാരണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ നല്ലതാണ്, പാരബൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ നമ്മുടെ മുടിക്ക് അധികം കെമിക്കൽസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഹാം ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. 155 റുപ്പീസാണ്. അത് അഫോർഡബിൾ റേഞ്ചാണ്. ആമസോണിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ടിനൊക്കെ കിട്ടും. ഞാൻ ഇതിന് മുന്നും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിൽ ഓഫ് ഷാംപൂ ആണ്. ഇത് ഉപയോഗിച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറയാം. ഞാൻ മുടിയിൽ നന്നായിട്ട് എണ്ണ തേച്ചിട്ട് ഒരു തവണ ഉപയോഗിക്കാനായിട്ട് ഇത്ര പ്രോഡക്റ്റാണ് ഉപയോഗിച്ചത്. ഇത്ര പ്രോഡക്റ്റ് ഉപയോഗിച്ചു. സോ അത് കുഴപ്പമില്ല. അത്യാവശ്യം നീളമുള്ള മുടിയാണ്. പിന്നെ അത് മാത്രമല്ല ഞാൻ ഒരുപാട് എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഇത്ര പ്രോഡക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് മുടി നന്നായി കഴുകി കളഞ്ഞിട്ട് ഞാൻ കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ടില്ല. എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ മുടി ഇപ്പോൾ കാണാം. നിങ്ങൾക്ക് എത്ര കണ്ട് മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല എനിക്ക്. ഇന്നാണ് ഞാൻ മുടി വാഷ് ചെയ്തിട്ട് അത്യാവശ്യം പരപരത്തിട്ടാണ് ഇരിക്കുന്നത്. അതായത് എൻ്റെ ഓൾറെഡി എനിക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ്. അതിനൊപ്പം ഈ ഷാംപൂ ഉപയോഗിച്ചിട്ട് കണ്ടീഷണർ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ മുടിയിലെ എണ്ണയൊക്കെ ഫുള്ള് നല്ല ക്ലീനായി, പക്ഷേ മുടിയിൽ ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഷാംപൂവിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഓയിലി ഹെയർ ആൻഡ് ഓയിലി സ്കാൽപ്പ് ഉള്ളവർക്കുള്ളതാണെന്ന്. എനിക്ക് ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പാണ്, ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ്. സോ അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നല്ല ക്ലീനൊക്കെ ആവുന്നുണ്ട്, പക്ഷെ മുടി ഭയങ്കര ഡ്രൈ ആവുകയാണ് ചെയ്യണത്. സോ അതൊരു നെഗറ്റീവ് പോയിന്റ് ആണ്. സോ ഇൻ ടോട്ടൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഓയിലി ഹെയർ ഉള്ള ഒരാളാണ്, ഓയിലി സ്കാൽപ്പ് ഉള്ള ഒരാളാണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആണ്. ഇത് നല്ലൊരു ഷാംപൂ. ചിലപ്പോൾ കണ്ടീഷണർ കിണ്ടി തന്നെ വരില്ല. പക്ഷേ എനിക്ക് ഡ്രൈ ഹെയറും ഡ്രൈ സ്കാൽപ്പും ആയതുകൊണ്ട് എനിക്ക് ഡെഫിനറ്റ്ലി കണ്ടീഷണർ ഉപയോഗിക്കാം. പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിൽ കെമിക്കൽസ് ഒന്നുമില്ല, വളരെ നല്ല ഇൻഗ്രീഡിയൻ്റ് ആണ്. സെക്കൻഡ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ അഫോർഡബിൾ ആണ്. തേർഡ് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് പ്രോഡക്റ്റ് മാത്രം ഉപയോഗിച്ചാൽ തന്നെ മുടിയിൽ നിന്ന് നന്നായിട്ട് എണ്ണയൊക്കെ കളഞ്ഞ് അഴുക്കൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കും ഈ ഷാമ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഈസിലി അവൈലബിൾ അല്ല, നമുക്ക് ഓൺലൈനിൽ മേടിക്കും. സെക്കൻഡ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുടി കുറച്ച് ഡ്രൈ ആക്കും. ഇത് ഇവർ പറയുന്ന പോലെ ഈ ഷാമ്പൂ മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സോ നിങ്ങളിപ്പോൾ കാണില്ലേ എൻ്റെ മുടി അതുപോലെ കുറച്ച് പരപരത്തതാക്കും. പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി സോഫ്റ്റ് ആൻഡ് സിൽക്കി ഹെയർ ആണെങ്കിൽ ചിലപ്പോൾ കണ്ടീഷണറിൻ്റെ ആവശ്യം വരില്ല. പക്ഷെ നിങ്ങൾക്ക് ഡ്രൈ ഹെയർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു കണ്ടീഷണർ ആവശ്യമുണ്ട്. കണ്ടീഷണറും കൂടി ഇട്ടാൽ മാത്രമേ മുടിക്ക് അതായത് നമുക്ക് മാനേജബിൾ ആയിട്ട് കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വളരെ ഓയിലി സ്കാൽപ്പാണ്, ഓയിലി ഹെയർ ആണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഹെഡ് ആൻഡ് ബൈ ദിസ്. നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ പോലും ഇത് മേടിക്കാം. പക്ഷെ മേക്ക് ഷുവർ അത്ര അധികം ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്യേണ്ട ഈ ഷാംപൂ. അതേപോലെ തന്നെ ഈ ഷാംപൂ ഉപയോഗിച്ചതിന് ശേഷം ഒരു കണ്ടീഷണർ ഉപയോഗിക്കുക എന്നുള്ളത് മസ്റ്റാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഷാംപൂ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മുടി ഇതേപോലെ ഭയങ്കര ഡ്രൈ ആവും. ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ
ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അല്ലാച്ച നിങ്ങൾക്ക് ഏത് സൈറ്റാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെച്ചാൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. ഈവൻ നൈക്കിൽ പോലും അവൈലബിൾ ആണ്. ഞാൻ മേടിച്ചത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. പ്ലീസ് ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. ബൈ.